എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ജെഇഇ അഡ്വാൻസ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. മെയ് 7-ാം തീയതി രാത്രി 11 മണി വരെ വിദ്യാർത്ഥികൾക്ക് ജെഇഇ അഡ്വാൻസ് പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാം. ജെഇഇ മെയിൻ പരീക്ഷയിൽ എലിജിബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ജെഇഇ അഡ്വാൻസ് എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ജെഇഇ മെയിൻ പരീക്ഷയിൽ കട്ട് ഓഫ് മാർക്ക് നേടിയിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു നിബന്ധനയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജെഇഇ അഡ്വാൻസ് അതായത് JEEADV.ac.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് ആണ് ഇതിന് ഈ ഒരു സംഘാടനം നടത്തുന്നത്, അതായത് ജെഇഇ അഡ്വാൻസ് പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ജെഇഇ അഡ്വാൻസ് 2024 പരീക്ഷയ്ക്കുള്ള പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എക്സാം ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ എക്സാം ഈ മെയ് 26-ാം തീയതി വരെയാണ് 26-ാം തീയതിക്കാണ് നടത്തുക. അതുപോലെ ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി മെയ് 7-ാം തീയതി രാത്രി 11 മണി വരെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ജെഇഇ അഡ്വാൻസുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ ബ്രൗഷർ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് ആ ഒരു ഡീറ്റെയിൽസുകളൊക്കെ വായിച്ച് മനസ്സിലാക്കാം. അത് ഹിന്ദിയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലുമാണ് നൽകിയിട്ടുള്ളത്. ജെഇഇ അഡ്വാൻസിൻ്റെ ആ ഒരു ബ്രൗഷർ നൽകിയിട്ടുള്ളത്. അപ്പോൾ ജെഇഇ വഴി നിങ്ങൾക്ക്, അതായത് ജെഇഇ അഡ്വാൻസ് വഴി നിങ്ങൾക്ക് IITകൾ പ്രവേശനം നേടാം. അതുപോലെ തന്നെ ജെഇഇ മെയിൻ്റെ ആ ഒരു റാങ്ക് പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു IIITകൾ, അതുപോലെ തന്നെ GFITകൾ, അതുപോലെ NITകൾ എന്നിവയിലേക്കൊക്കെ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമിനേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഉള്ളത് എന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതായത് IITകൾ ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കോഴ്സുകളുടെ ആ ഒരു കാലാവധി, എത്ര കാലമാണ് അതിൻ്റെ ആ ഒരു കോഴ്സ് ഡ്യൂറേഷൻ എന്നുള്ളതും, അതുപോലെ മറ്റ് എലിജിബിലിറ്റി സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പോൾ ഓരോ എക്സാം എപ്പോഴാണ് നടക്കുന്നത് എന്നുള്ളതും കറക്റ്റ് ഡീറ്റെയിൽസ് ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു എക്സാം വഴി നിങ്ങൾക്ക് വിവിധ IITകളിൽ പ്രവേശനം നേടാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതായത് പെട്രോ കെമിക്കൽ പോലുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ജെഇഇ മെയിൻ്റെ ആ ഒരു മാർക്ക് പരിഗണിച്ചുകൊണ്ടാണ്, മെയിൻ്റെ റാങ്ക് ലിസ്റ്റ് പരിഗണിച്ചുകൊണ്ട് അലോട്ട്മെൻറ്റ് നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം ആ രീതിയിൽ അലോട്ട്മെൻറ്റ് നടത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളും നേരത്തെ പറഞ്ഞ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ സിലബസ്, അതുപോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതുപോലെ ഫോറിൻ കാൻഡിഡേറ്റ്സിൻ്റെ ആ ഒരു കാര്യങ്ങൾ, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു ലാസ്റ്റ് ഡേറ്റ്, അതായത് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മെയ് 7-ാം തീയതി 2024 ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസാന തീയതി മെയ് 10-ാം തീയതി ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ മെയ് 10-ാം തീയതിയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജെഇഇ അഡ്വാൻസ് പരീക്ഷയ്ക്ക് ശേഷം പിന്നീട് ജോസ വഴിയാണ് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുക. അപ്പോൾ ഈ ഒരു ജോയിൻറ്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി എന്നുള്ളതാണ് ജോസയുടെ ഫുൾ ഫോം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ജോസ വഴിയാണ്, അതായത് ജോസ രജിസ്ട്രേഷൻ വഴിയാണ് നിങ്ങൾക്ക് ഈ ഒരു ജെഇഇ അഡ്വാൻസിന് ശേഷം പിന്നീട് പ്രവേശനത്തിനായിട്ട് നിങ്ങൾക്ക് ആ ഒരു ജോസ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതായത് ആ ഒരു അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ വർഷം ജെഇഇ അഡ്വാൻസ് എഴുതി അതിൽ എലിജിബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജെഇഇ അഡ്വാൻസ് പരീക്ഷയ്ക്ക് അതായത് ഈ ഒരു മെയ് 7-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ നൽകാം. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ആ ഒരു പേജിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്യാറെന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജ് എന്തുകൊണ്ടോ ലോഡാകുന്നില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഈ ഒരു അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജെഇഇ അഡ്വാൻസ് പരീക്ഷയ്ക്ക് ഈ ഒരു മെയ് 7-ാം തീയതി വരെയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ 26-ാം തീയതിയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അതുപോലെ തന്നെ സിലബസ് കറക്റ്റായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക്
ആ ഒരു സിലബസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഫിസിക്സിൽ ഏതാണ് ചോദിക്കുക എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ കെമിസ്ട്രിയിൽ നിന്നും ചോദിക്കുന്നത് ആ ഒരു ഡീറ്റെയിൽസും കറക്റ്റായിട്ട് എന്തൊക്കെയാണ് ചോദിക്കുക എന്നുള്ള ആ ഒരു സിലബസ് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അതുപോലെ മാത്സ്, അപ്പോൾ ഈ ഒരു 3 വിഷയമാണുള്ളത്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ്. അതിൽ നിന്നും നിങ്ങളുടെ ഏതൊക്കെ പാഠഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ സിലബസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ച് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ IIT-കൾ അതുപോലെ തന്നെ IIT-കളിലേക്കുള്ള പ്രവേശനത്തിനാണ് ഈ ഒരു JEE അഡ്വാൻസ് പ്രവേശന പരീക്ഷ നടത്തുന്നത്. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് JEE മെയിൻ്റെ റാങ്ക് ലിസ്റ്റ്, അതായത് JEE മെയിൻ എക്സാമിനേഷൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് IIIT-കൾ അതുപോലെ NIT-കൾ GFIT-കൾ എന്നിങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പെട്രോ കെമിക്കൽ കോഴ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതുപോലെ തന്നെ മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഈ ഒരു JEE മെയിൻ്റെ റാങ്ക് ലിസ്റ്റ് വെച്ച് കഴിഞ്ഞ വർഷം അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ വർഷം അതേ രീതിയിൽ അലോട്ട്മെൻറ്റ് നടത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.